ഓഗസ്റ്റിൽ തിയേറ്ററുകളിലും ഡിജിറ്റലായും റിലീസാകുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. പതിപോലെ ഇതിൽ പറയുന്ന പല ഡേറ്റുകളിലും മാറാനുള്ള സാധ്യതയുണ്ട്, അത് ഓർക്കുക. സോ അപ്കമിംഗ് ഫിലിംസ് ആൻഡ് സീരീസസ് റിലീസിംഗ് ഇൻ ഓഗസ്റ്റ്. ഓഗസ്റ്റ് 1-ാം തീയതി തന്നെ കുറെ സിനിമകൾ തിയേറ്ററുകളിൽ തന്നെ റിലീസ് ആവുന്നുണ്ട്. മലയാളത്തിൽ നിന്നും ഹൊറർ കോമഡി സുമതി വളവ്, ആക്ഷൻ ഡ്രാമയായ മീശ, മറ്റൊരു ഹൊറർ ത്രില്ലറായ തയ്യൽ മെഷീൻ, തമിഴിൽ നിന്ന് ജി വി പ്രകാശ് കുമാറിന്റെ ബ്ലാക്ക് മെയിൽ, ഹൗസ് മേറ്റ്സ് എന്നൊരു തമിഴ് പടം, ഹിന്ദിയിൽ നിന്നും ധഡക് 2, സൺ ഓഫ് സർദാർ 2, ഹോളിവുഡിൽ നിന്നും ആക്ഷൻ പടം ദ നേക്കഡ് ഗൺ, ദ ബാഡ് ഗൈസ് 2. ഈ പടങ്ങളെല്ലാം തന്നെ 1-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ജെയ്സൺ മെമാവയുടെ ഹിസ്റ്റോറിക്കൽ ഡ്രാമ സീരീസ് ചീഫ് ഓഫ് വാർ ആപ്പിൾ TV പ്ലസിലും 1-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ഇനി 6-ാം തീയതി ദ പിക്കപ്പ് എന്നൊരു ഇംഗ്ലീഷ് ആക്ഷൻ കോമഡി ഹൈസ്റ്റ് മൂവി റിലീസ് ആവുന്നുണ്ട്. ആമസോൺ പ്രൈമിലായിരിക്കും വരിക. എഡി മർഫി ഒക്കെയാണ് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. വെനസ്ഡേ സീരീസിന്റെ സീസൺ 2 നെറ്റ്ഫ്ലിക്സിൽ 6-ാം തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. അടുത്ത 8-ാം തീയതി സാഹസം എന്നൊരു മലയാളം പടം തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. കൃഷാന്തിന്റെ സംഘർഷഘടന എന്ന സിനിമയുടെ തിയേറ്റർ റിലീസും 8-ാം തീയതിയാണ്. അന്ന് തന്നെ ഇംഗ്ലീഷിൽ നിന്നും വെപ്പൺസ് എന്നൊരു ഹൊറർ പടം, ടുഗദർ എന്ന വേറൊരു ഹൊറർ പടം, ഹോളി ഗോസ്റ്റ് എന്ന വേറൊരു ഹൊറർ പടം കൂടി, അങ്ങനെ മൊത്തം 3 ഇംഗ്ലീഷ് ഹൊറർ പടങ്ങൾ അന്ന് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. 8-ാം തീയതി തന്നെ അറേബ്യ കാതലി എന്നൊരു തെലുഗു തമിഴ് സർവൈവൽ ഡ്രാമ സീരീസ് ആമസോൺ പ്രൈം വീഡിയോയിലും സ്ട്രീമിംഗ് ആരംഭിക്കും. പിന്നെ ഈ മാസത്തെ ഏറ്റവും വലിയ റിലീസ് ഓഗസ്റ്റ് 14-ാം തീയതി രജനീകാന്തിന്റെ കൂലി സിനിമയാണ്. ലോകേഷ് കനകരാജ് ലിയോയ്ക്ക് ശേഷം ഡയറക്ട് ചെയ്യുന്ന പടമാണ്. രജനീകാന്തിനൊപ്പം നാഗാർജുന, ഉപേന്ദ്ര, സൗബിൻ ഷാഹിർ, സത്യരാജ്, ശ്രുതി ഹാസൻ, റേബ മോണിക്ക ജോൺ, അങ്ങനെ വലിയൊരു താരനിര തന്നെയുണ്ട്. ഓൾറെഡി അനിരുദ്ധിന്റെ പാട്ടുകളൊക്കെ ഹിറ്റാണ്. 350-400 കോടി എങ്ങാണ്ടാണ് ഇതിന്റെ ബഡ്ജറ്റ്. ലോകേഷിന്റെ പടം ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുള്ള ഒരു റിലീസാണ്. 14-ാം തീയതി ആയാലും കണ്ടറിയാം. അന്ന് തന്നെ വാർ 2 ഹിന്ദി ആക്ഷൻ സ്പൈ ഡ്രാമ ത്രില്ലർ റിലീസ് ആവുന്നുണ്ട്. ഋതിക് റോഷനൊപ്പം ജൂനിയർ NTR കൂടി ചേരുന്ന ഒരു പടമാണ്. അയൻ മുഖർജിയാണ് ഇതിന്റെ ഡയറക്ടർ. കിയാര അദ്വാനി, അനിൽ കപൂർ തുടങ്ങിയവരും പടത്തിലുണ്ട്. പ്രീതമാണ് ഇതിന്റെ മ്യൂസിക്. അർജുൻ അശോകന്റെ തലവര എന്നൊരു മലയാളം കോമഡി ഡ്രാമ ഓഗസ്റ്റ് 15-ന് തിയേറ്ററുകളിൽ റിലീസ് ആകും. സൂപ്പർ ഹീറോ സീരീസ് പീസ് മേക്കറിന്റെ സീസൺ 2 ജിയോ ഹോട്ട്സ്റ്റാറിൽ 21-ാം തീയതി റിലീസാകും. ഇനി ഓഗസ്റ്റ് 22-ന് ഇംഗ്ലീഷിൽ നിന്നും നോബഡി 2, ആഫ്റ്റർ ബേൺ, റിലേ എന്നീ പടങ്ങൾ ഒരുമിച്ച് റിലീസ് ആവുന്നുണ്ട്. തമിഴിൽ നിന്നും ഇന്ദ്ര, തെലുങ്കിൽ നിന്നും പരാധ, ഇതെല്ലാം 22-ന് തിയേറ്ററുകളിൽ റിലീസാകും. ഇൻവേഷൻ എന്നൊരു ഇംഗ്ലീഷ് സൈഫൈ സീരീസിന്റെ സീസൺ 3 ആപ്പിൾ TV പ്ലസിലും 22-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. 27-ാം തീയതി അടങ്കാതെ എന്നൊരു തമിഴ് ആക്ഷൻ പടം റിലീസ് ആവുന്നുണ്ട്. അന്ന് തന്നെ കീർത്തി സുരേഷിന്റെ റിവോൾവർ റീത്ത എന്നൊരു തമിഴ് ആക്ഷൻ പടവും തിയേറ്ററുകളിൽ റിലീസ് ആവും. 28-ാം തീയതിയാണ് മലയാളത്തിലെ വലിയ റിലീസുകൾ ആരംഭിക്കുന്നത്. ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമകളുടെ റിലീസ് ആണെന്ന് തുടങ്ങുന്നത്. ആദ്യം തന്നെ സത്യനന്ദിക്കാട് മോഹൻലാൽ ടീമിന്റെ ഹൃദയപൂർവ്വം 28-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആകും. എന്നും എപ്പോഴും കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷം ഈ കോംബോയിൽ വരുന്ന പടമാണ്. മാളവിക മോഹനൻ, സംഗീത് പ്രതാപ്, സംഗീത, സിദ്ദിഖ്, അങ്ങനെ വലിയൊരു താരനിര ഈ പടത്തിലുണ്ട്. സത്യനന്ദിക്കാടിന്റെ ഒരു സ്ഥിരം സ്റ്റൈൽ ഫീൽ ഗുഡ് പടം ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 28-ാം തീയതി തന്നെ ലോക ചാപ്റ്റർ 1 റിലീസ് ആവുന്നുണ്ട്. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ തുടങ്ങിയവർ അഭിനയിച്ച ഒരു സൂപ്പർ ഹീറോ ആക്ഷൻ ഫാന്റസി പടമാണ്. ടീസറൊക്കെ വളരെ പ്രോമിസിംഗ് ആയിരുന്നു. ഒരു മലയാളം പടത്തിന് ടീസറാണ് എന്ന് തോന്നാത്ത വിധത്തിലാണ് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ചിലരിതൊരു വാമ്പയർ സ്റ്റോറിയാണ് എന്ന് വെച്ചാൽ യക്ഷിപ്പടം, അതല്ല സൂപ്പർ ഹീറോ മൂവിയാണ്, അങ്ങനെയും പറയുന്നുണ്ട്. എനിവേ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് നൽകിയ ഒരു ടീസർ ആയിരുന്നു ഈ പടത്തിൻ്റെത്. ഡൊമിനിക് അരുണാണ് ഡയറക്ടർ. ഇതിൽ ടൊവിനോ തോമസും ദുൽഖറും ക്യാമിയോ റോളിൽ വരുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ട്. ദുൽഖറിന്റെ വേഫെയർ പ്രൊഡക്ഷൻ ആണ് ഈ പടത്തിന്റെ നിർമ്മാണം. 29-ാം തീയതി ഫഹദ് ഫാസിലിന്റെ ഓടും കുതിര ചാടും കുതിര റിലീസ് ആവുന്നുണ്ട്. അൽതാഫ് സലീം സംവിധാനം ചെയ്ത ഒരു കോമഡി ഡ്രാമയാണ് ഈ പടം. ഇതിലും കല്യാണി പ്രിയദർശനാണ് നായിക. ഇതും ഒരു പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ്. ഋതു ഹാരോൺ, പ്രീതി മുകുന്ദൻ തുടങ്ങിയവർ അഭിനയിച്ച മേനെ പ്യാർ കിയ, ഷൈൻ നിഗത്തിന്റെ തമിഴ് മലയാളം ദ്വിഭാഷാ ആക്ഷൻ ചിത്രം ബൾട്ടി എന്നീ പടങ്ങളും 29-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. അഥർവയുടെ തമിഴ് പടം തണലും 29-ന് തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആകും. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ ടീമിന്റെ പരം സുന്ദരി എന്ന ഹിന്ദി പടവും 29-ന് റിലീസുണ്ട്. ഇത്രയുമാണ് ഓണം സ്പെഷ്യൽ റിലീസായിട്ട് 28, 29 തീയതികളിൽ എത്തുന്നത്. പിന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ കുഞ്ചാക്കോ ബോബൻ, ദിലീപ് പോത്തനൊക്കെ അഭിനയിച്ച ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന പടവും ഓഗസ്റ്റിൽ റിലീസ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞിരുന്നു. കൺഫേം ഒന്നും ആയിട്ടില്ല. വേറെ ഏതെങ്കിലുമൊക്കെ മലയാളം പടങ്ങളും ഇടയ്ക്ക് റിലീസ് ആകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഓഗസ്റ്റ് മാസം തിയേറ്ററുകളും ഡിജിറ്റലായും റിലീസ് ആകുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. ഇതിൽ ഏത് സിനിമ അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും പടമോ അല്ലെങ്കിൽ സീരീസോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ ശരിയാണ്.